ഹായ് ഫ്രണ്ട്സ്, ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാ കുട്ടികളുടെയും സംശയങ്ങളായിരിക്കും അസൈൻമെൻറ്റ് എങ്ങനെയാണ് എഴുതേണ്ടത്, എത്ര പേജ് എഴുതണം എന്നുള്ള കുറേ അധികം കാര്യങ്ങൾ. അപ്പോൾ ഇതിനുള്ള എല്ലാ ഡൗട്ട്സുകളും ഞാൻ ഇന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് വീഡിയോ നോക്കിയിട്ട് മനസ്സിലാക്കാം എങ്ങനെയാണ് ആദ്യം തന്നെ അസൈൻമെൻറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്ന്. ആദ്യം തന്നെ നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൽ അസൈൻമെൻറ്റ് ഇഗ്നോ അസൈൻമെൻറ്റ് എന്ന് വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്ന് കറണ്ട് അസൈൻമെൻ്റ് എന്നും പിന്നെ ഇഗ്നോ അസൈൻമെൻ്റ് എന്നും കാണാം. അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന കറണ്ട് അസൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ പേജ് ഓപ്പൺ ആയി വരുമ്പോൾ ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഒരു 1-2 സെക്കൻഡ്. കാരണം പേജ് ഒന്ന് ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സെർച്ച് ബാർ കാണും. അപ്പോൾ എളുപ്പത്തിൽ ഏത് സബ്ജക്റ്റ് ആണോ നമുക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കാണും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ പേജ് ഒരു ബ്ലാങ്ക് പേജിലോട്ട് പോയി. ബ്ലാങ്ക് പേജ് വന്നതിന് ശേഷം സെർച്ച് ബാർ നമുക്കവിടെ കാണാൻ സാധിക്കും. ഈ സെർച്ച് ബാറിൽ ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ സബ്ജക്റ്റ് അവിടെ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ എനിക്ക് MEG ആണ് ആവശ്യം. ഞാൻ MEG എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് MEGയിലുള്ള എല്ലാ സബ്ജക്റ്റും അവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ MEG 4A 5 8 1 2 എല്ലാം കാണാൻ സാധിക്കും. നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വാലിഡ് ഫോർ സെഷൻ എന്നുള്ള ഒരു കോളം കാണുന്നുണ്ട്. ഈ വാലിഡ് ഫോർ സെഷനിൽ ജൂലൈ 2025 ജാനുവരി 2026 അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു അസൈൻമെൻറ്റ് തന്നെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ജാനുവരി 2026 എന്ന് പറയുമ്പോൾ ജാനുവരി 2026 ജാനുവരിയിലല്ല നമ്മൾ അസൈൻമെൻറ്റ് ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഇറ്റ് കംസ് ഓൺ മാർച്ച് 31 ആണ്. അത് ഓൾറെഡി അവിടെ കൊടുക്കുന്നുണ്ട്. മാർച്ച് 31 ഡ്യൂ ഡേറ്റ് ആയിട്ട് വരുന്നത്. ജൂലൈയിൽ എക്സാം എഴുതുന്നവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഡിസംബറിലാണെങ്കിൽ പിന്നെയും സമയമുണ്ട്. സെപ്റ്റംബറിൽ നമുക്ക് സബ്മിറ്റ് ചെയ്താൽ മതിയാകും അസൈൻമെൻറ്റ്. ഓക്കെ, ജൂലൈയിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നതെങ്കിൽ മാർച്ച് 31 ഉള്ളിൽ തന്നെ നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതി സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആ കാര്യം ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുകയാണ്. ജൂലൈയിലാണ് നിങ്ങൾ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മാർച്ച് 31 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ജാനുവരി 2026 എന്ന് കാണുന്ന ആ ഒരു കോളത്തിലത്തെ അസൈൻമെൻറ്റിൻ്റെ ആ ഒരു പോർഷനുള്ള ആ ഒരു അസൈൻമെൻ്റ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം അവിടെ ഡൗൺലോഡ് എന്നുള്ള ഒരു ബട്ടൺ കാണും. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ ആവശ്യം അതിന് നേരെയുള്ള ആ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് അത് നമുക്ക് PDF ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അങ്ങനെ PDF ഫോമിൽ നമുക്കത് ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പേജിലും കൃത്യമായിട്ട് അവർ കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഫോർ ജൂലൈ 2025 ആൻഡ് ജാനുവരി 2026 സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു പേജിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. എപ്പോഴാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് കണ്ടോ, ഡേറ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ശേഷം ക്വസ്റ്റ്യൻസുകളിലേക്ക് നോക്കുമ്പോൾ എത്ര പേജ് എഴുതണം എന്ന് നമുക്കൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ എത്ര പേജ് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് 500 പേജസിലാണ് എഴുതേണ്ടതെന്നൊക്കെ. ഒരു അസൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചില സമയത്ത് 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസുകൾ. വാരീസ് ആണ് അത് സബ്ജക്റ്റുകൾക്കനുസരിച്ച് ക്വസ്റ്റ്യൻസുകളിൽ എണ്ണത്തിലൊക്കെ മാറ്റം വരും. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 32 പേജസ് എങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഓരോ ചോദ്യവും പ്ലാൻ ചെയ്യുക. ഇത്ര പേജ് വേണം എന്നുള്ളത് പ്ലാൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു കംപ്ലീറ്റ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 32 പേജസ് എങ്കിലും വേണം. അപ്പോൾ എങ്ങനെ പേജസ് എന്ന് പറയുമ്പോൾ 2 പുറമല്ല, നമ്മളെപ്പോഴും അസൈൻമെൻറ്റ് ഇഗ്നോയിൽ എഴുതുന്നത് ഒരു പുറത്താണ്. ക്ലിയർ ആയില്ലേ? ഒരു പേജിൻ്റെ അപ്പുറവും ഇപ്പുറവും എഴുതേണ്ട കാര്യമില്ല. ഒരു പുറത്ത് മാത്രം 1 പേജ് 1 സൈഡ് മാത്രമേ എഴുതേണ്ട കാര്യമുള്ളൂ. 1 സൈഡ് അങ്ങനെ കൂട്ടിയിട്ട് 32 പേജസ് 32 പേജസോളം. ഇപ്പോൾ 33 ആയാലും കുഴപ്പമില്ല, കുറയാതിരിക്കുന്നതായിരിക്കും നല്ലത്.
അപ്പോൾ ഇനി മനസ്സിലാകാത്തവർക്ക് ഒന്നും കൂടി ഞാൻ പറയുകയാണ്. ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അവിടെ കറണ്ട് അസൈൻമെൻറ്റ് എന്ന് കാണും. കറണ്ട് അസൈൻമെൻ്റ് എന്നോ അല്ലെങ്കിൽ ഇഗ്നോ അസൈൻമെൻ്റ് എന്നോ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കറണ്ട് അസൈൻമെൻറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ജനുവരി 2026 എന്ന് കാണുന്ന അസൈൻമെൻറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി ലാസ്റ്റ് ഡേറ്റ് ഫോർ അസൈൻമെൻറ്റ് സബ്മിഷൻ ജൂലൈയിലാണ് എക്സാം എഴുതുന്നതെങ്കിൽ 31 മാർച്ചിലായിരിക്കും നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് ഫോർ അസൈൻമെൻറ്റ് സബ്മിഷൻ. അപ്പോൾ 31 പോയിട്ട് സബ്മിറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്, 31 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിന് മുൻപേ തന്നെ സബ്മിറ്റ് ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഡിസംബറിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നതെങ്കിൽ 30 സെപ്റ്റംബർ 30 മുൻപ് തന്നെ നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. ക്ലിയർ ആയില്ലേ? ഇനി ഒരു അസൈൻമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ചിലപ്പോൾ 7 ക്വസ്റ്റ്യൻസ്, ചിലപ്പോൾ 10 ക്വസ്റ്റ്യൻസ്. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും വ്യത്യസ്ത രീതികളിലായിരിക്കും. ചിലപ്പോൾ 450 വേർഡ്സിൽ, ചിലപ്പോൾ 250 വേർഡ്സിൽ, ചിലപ്പോൾ 500 വേർഡ്സിൽ, ഇങ്ങനെയൊക്കെ ആയിരിക്കും അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസുകൾ എടുക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ 10 മാർക്ക്, ചിലപ്പോൾ 20 മാർക്ക്, ഇങ്ങനെയൊക്കെ കാണാം. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു കൺഫ്യൂഷനും വേണ്ട. ഒരു 30 മുതൽ 32 പേജസ് എന്ന് നിങ്ങൾ മൈൻഡിൽ വിചാരിക്കണം. എന്നിട്ട് നിങ്ങൾ ബ്ലാങ്ക് പേപ്പറായിരിക്കും എടുക്കുന്നത് നല്ലത്. A4 സൈസിൽ ഒന്നും എഴുതാത്ത ബ്ലാങ്ക് പേപ്പർ എടുക്കുക. അപ്പോൾ ആ ബ്ലാങ്ക് പേപ്പറിൽ 1 ഇഞ്ച്, ഓക്കെ, 1 ഇഞ്ച് നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് സ്കെയിലിൽ കറക്റ്റ് ആ സ്കെയിലിൻ്റെ ആ ഒരു മെഷർമെൻ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾ 4 പുറം അത്രയും വലിപ്പത്തിൽ വരയ്ക്കുക. ഓക്കെ, ഒരു സ്കെയിൽ വെച്ചിട്ട് സ്കെയിലിൻ്റെ ആ ഒരു മെഷർമെൻ്റ് ഉണ്ടല്ലോ, ഒരു 2 ഇഞ്ച് എന്നൊക്കെ പറയുന്നത്, അത്രയും വലിപ്പത്തിൽ നിങ്ങൾ വരയ്ക്കുക. അങ്ങനെ 4 ബോർഡറും വരച്ചതിന് ശേഷം ഓരോ 1 സൈഡായിട്ട് നിങ്ങളൊരു 32 പേജസ് എടുത്ത് വയ്ക്കുക. എത്ര ക്വസ്റ്റ്യൻസ് ആണോ ഒരു അസൈൻമെൻറ്റിന് നിങ്ങൾക്ക് കാണുന്നത്, അത് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം ഈ പേജസിനെ. ഇത്ര പേജസ് ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് എടുക്കാം എന്നുള്ളതിൽ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അസൈൻമെൻറ്റ് നിങ്ങൾ എഴുതുക. ഇതെന്തിനാണ് ഇത്രയും ഒരു സ്കെയിലിൻ്റെ വലിപ്പത്തിലൊക്കെ മാർജിൻ 4 പുറം വരയ്ക്കാനായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര അത്യാവശ്യമാണ്. കാരണം ഇത് സൈഡിൽ നമ്മൾ പിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമ്മൾ ഓട്ടോ കുത്തില്ലേ, അത് എന്താ പറയുക, നമ്മൾ ടാഗ് ചെയ്തെടുക്കണം. അങ്ങനെ ടാഗ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓട്ട കുത്തുന്ന സമയത്ത് നമ്മൾ എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ മാർജിനിൽ പോവും. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മുൻകൂർ ചിന്തിച്ച് ആദ്യം ഒരു 30-32 പേജസ് വരച്ച് വെച്ചിട്ട് നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതാൻ തുടങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ബ്ലൂ ഇങ്ക് വേണം ഉപയോഗിക്കാനായിട്ട്. ബ്ലാക്ക് ഇങ്കോ വേറെ റെഡ് ഇങ്ക് നിങ്ങൾക്ക് അറിയാലോ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ബ്ലൂ ഇങ്കാണ് ഏറ്റവും ബെസ്റ്റ് ഫോർ അസൈൻമെൻറ്റിന്. പിന്നെ വേറൊരു കാര്യം പറയാം, നിങ്ങൾക്ക് കളർ പെന്നൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കെച്ചൊന്നും അല്ല കേട്ടോ പറയുന്നത്, പരക്കുന്നതല്ല പറയുന്നത്, വേറെ ഏതെങ്കിലും നല്ല കളർഫുള്ളായിട്ട് ഇങ്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെഡിങ് എഴുതാനും അതുപോലെ അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യാനും ഒക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. തിരക്ക് കൂട്ടി എഴുതാതിരിക്കാനാണ്. ഇപ്പോൾ ജാനുവരി ആയിട്ടുള്ളൂ, മാർച്ച് വരയ്ക്ക് നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ വളരെ സ്ലോലി നിങ്ങൾക്ക് ഇപ്പോൾ എഴുതി തുടങ്ങാം അല്ലേ. അപ്പോൾ 3-4 അസൈൻമെൻറ്റൊക്കെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ പണി നിങ്ങൾക്ക് കഴിഞ്ഞു. പിന്നെ ഇനി അടുത്ത അസൈൻമെൻറ്റ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ അസൈൻമെൻറ്റിൻ്റെ ചെയ്താൽ പോരെ. നിങ്ങൾക്ക് ഇങ്ങനെ പെൻഡിങ് വർക്ക് വരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ബെസ്റ്റ് ഹാൻഡ് റൈറ്റിംഗ് ആക്കാൻ നോക്കുക. ഈ അസൈൻമെൻറ്റിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിയറിയിൽ മാർക്ക് കുറഞ്ഞാലും അസൈൻമെൻറ്റും തിയറിയും കൂടിയിട്ടുള്ള മാർക്കായിരിക്കും അറ്റ് ദി എൻഡ് നിങ്ങൾക്ക് സ്കോറായിട്ട് ലഭിക്കുക. അപ്പോൾ അസൈൻമെൻറ്റിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ നമ്മുടെ അസൈൻമെൻറ്റ് നിങ്ങൾ ഏത് സ്റ്റഡി സെൻറ്ററാണോ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് ആ സ്റ്റഡി സെൻറ്ററിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. ഓക്കെ, ഐ ഹോപ്പ് എല്ലാം ക്ലിയർ ആയെന്ന്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. സോ വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ.